ഒരുപക്ഷെ ബ്യൂട്ടിഫുൾ എന്നുള്ള സിനിമ എനിക്ക് തോന്നുന്നു അനൂപിന്റെ ജീവിതത്തിന്റെ ഏടുകൾ തന്നെ ആയിരിക്കാം. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമുക്കതിലേക്ക് വരാം. ഇനി കാശ് എന്നിട്ട് കിക്കറടിച്ചാൽ മതി ജോണേ. അൽത്താഫെ ഞാൻ അങ്ങോട്ട് വന്ന് മജീദുമായി കാണാനിരിക്കുമായിരുന്നു. ഒരാഴ്ചയ്ക്ക് പൈസ റെഡിയോ. അങ്ങനെ ഒരുപാട് ആഴ്ചകൾ കഴിഞ്ഞില്ലേ മോനെ. എന്നോടൊന്നും തോന്നരുത്. കാര്യം നമ്മൾ ഒരുമിച്ച് കള്ളു കുടിച്ചിട്ടുണ്ട്, നിന്റെ പാട്ടയുടെ കൂടെ ഒന്ന് ഡാൻസും കളിച്ചിട്ടുണ്ട്. പക്ഷേ ജോലിയില്ലടാ. ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഞാനിതങ്ങ് കൊണ്ടുപോകട്ടെ. ഉപദ്രവം ഉണ്ടാക്കത്തില്ല. ഞാനെന്തിനാ ഉപദ്രവം ഉണ്ടാക്കുന്നേ? അല്ലെങ്കിൽ നിങ്ങളോടെ കാടി ചെയ്യിക്കാൻ പറ്റുമോ? ഞാനേ ഇതൊന്ന് അഴിച്ചെടുത്തോട്ടെ. പുഷ്പ ബേക്കറി കൊടുക്കേണ്ട സാധനമാണ്. ഇവന്റെ വയറ്റിപ്പഴുപ്പാ. അല്ലെങ്കിൽ നമുക്കിത് വേണ്ട. ഷുഗർ ആണോ? എല്ലാവർക്കും ഷുഗർ ആണോ? ഓ, ഷുഗറിന് ഇപ്പൊ ആളും തരമൊന്നും ഇല്ലാന്നേ. നിങ്ങൾ വിട്ടോടാ. ശരിടാ. അനൂപ്, ഇത് ജീവിത വഴിത്താരിലെ ഒരു ഏടായിരുന്നു. ദാരിദ്ര്യം ഒരിക്കലുമില്ല. ഇല്ല, ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. ബുദ്ധിമുട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്. അച്ഛൻ ബിസിനസ് ആയിരുന്നു, അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അച്ഛന്റെ ബിസിനസിന്റെ ചില തലങ്ങളിൽ ഒരു പക്ഷെ അല്പം കീഴ്പോട്ടും മോൾപോട്ടൊക്കെ പോവും. ബിസിനസ് അല്ലേ ആക്ച്വലി. വളരെ റിസർച്ച്ഡ് ലൈക്ക് ഹെൽ ആണല്ലോ. ഞാനൊന്നും ഇതിന്റെ അടുത്ത് വരില്ല കേട്ടോ. ആസ് എ ആങ്കർ ദിസ് ഇസ് ടു ഗുഡ്. യെസ്, ബിസിനസ് തകർന്ന ഉണ്ടായിരുന്നു ഒരു അച്ഛന്റെ മകൻ. പിന്നെ അനൂപാണ് കുടുംബത്തെ അല്പം കരകയറ്റെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛന്റെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ തകർച്ചയേക്കാൾ അച്ഛൻ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരാള് അച്ഛനെ ചതിച്ചതിൽ ഹി വാസ് മെന്റലി ഡൗൺ. അവിടുന്ന് ഞാനൊന്ന് 9ാം ക്ലാസ്സിലാണ്, 9th തുടങ്ങുന്നതാണ് ആ ഒരു തകർച്ചയുടെ തുടക്കം. പിന്നെ പ്രീ ഡിഗ്രി കാലമായപ്പോഴേക്കും ബിസിനസ് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 18 വയസ്സാകുമ്പോൾ ഞാൻ ചാലയിലെ കടകളിലൊക്കെ കയറി ഇറങ്ങി, കച്ചവടത്തിന് വേണ്ടി കയറി ഇറങ്ങിയ സമയങ്ങളുണ്ട്. ആ സമയത്ത് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നതിന്റെ വേറൊരു വശം, ഈ പലപ്പോഴും ഞാനൊരു ബിസിനസ് ഡയറക്ടറി അന്ന് ആദ്യമായിട്ട് ഇറക്കി. ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ബിസിനസ് ഡയറക്ടറിയാണ്. ഇന്നിപ്പോ ഒരുപാടുണ്ട്. ഒരുപാട് പേര് പ്രൈവറ്റ് യെല്ലോ പേജസ് എന്ന് പറയുന്ന സാധനം ആദ്യമായി ഇറക്കിയത് ഞാനാണ്. അത് പലർക്കും അറിയില്ല. മേ ബി ആദ്യമായിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഇത് പറയും. അന്നത്തെ ഈ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു പഴയ വെസ്പ സ്കൂട്ടറുണ്ട്. സ്കൂട്ടറിൽ ഇങ്ങനെ പോയി ഓരോ കടയിലും കയറി. അപ്പൊ ഉച്ചയൊക്കെ ആവുമ്പോ അവിടുത്തെ ചാലയിലെ കടകളാണല്ലോ, അപ്പൊ കൂടുതലും പിന്നെ എന്താണ് ഉച്ച ഊണൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ കയറി ചെല്ലുക. ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല. ആ സമയത്ത് ഇവര് ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുമ്പോ ഇപ്പുറത്തെ റൂമിൽ ഇരിക്കേണ്ടി വരുന്നതിന്റെ ആ ഒരു സ്വാഭാവികമായിട്ട് പ്രായത്തിൽ പ്രത്യേകിച്ച് മനസ്സിനെ എഫക്ട് ചെയ്യുന്നതിനെ അതൊരു അവിടെ ഒരു വെഞ്ചൻസ് പോലെ നമ്മൾ തിരിച്ചു വരും എന്നൊരു സാധനം നമുക്കുണ്ടാവും. അപ്പൊ 19 to 23 ഐ വാസ് ഈ ഒരു അനൂപ് മേനൻ എന്ന് പറയുന്ന ഒരു ഐറ്റമേ അന്നില്ല. അന്ന് എങ്ങനെയെങ്കിലും ഇത് നമ്മുടെ കുടുംബത്തിൽ നിന്നും ഹൗ ടു ഹെൽപ്പ് ദ ഫാമിലി ഔട്ട്. ഒരുപക്ഷെ അനൂപിനെ ഈ പറഞ്ഞ രാജേഷ് പറഞ്ഞ അല്പം മിസ്റ്ററി മേൻ ആക്കിയത് ഞാൻ സ്വാഭാവികമായിട്ട് പറയാം. ഇങ്ങനെയുള്ള മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നവരെ പലപ്പോഴും പല ദശാസന്ധിയിലും ഡിറ്റാച്ച്ഡ് ആയി കാണും. പോസിബിൾ ഒരുപക്ഷെ ഈ ഒരു സാഹചര്യമായിരിക്കാം. എന്ന കാര്യത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇതുപോലുള്ള വൈഷമ്യങ്ങൾ മനസ്സിലേക്ക് എത്തുന്നതിന്റെ അതിന്റെ ചില തലങ്ങളാണ് അനൂപിനെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റിയത്. അല്ല, ഇതിനൊരു ഒരുക്കം തരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോഴാലോചിക്കുമ്പോൾ 10-21 വയസ്സുള്ള സമയത്ത് ഞാൻ ഈ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സസ് എടുക്കാൻ പോകുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു കോഴ്സിന് 2500 രൂപ നമുക്ക് ഇത് കിട്ടും. വലിയ പൈസയാണ്. 2500 രൂപ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഹെവൻ. ആ കാശിന് വേണ്ടി ഞാൻ ഈ IAS കാരെയൊക്കെ ഞാൻ കോച്ചിച്ചിരുന്നത് 21 വയസ്സിൽ. എന്ത് മണ്ടത്തരമാണ് ഞാൻ പറഞ്ഞ് ഇവരെയൊക്കെ അവിടെ ഇരുത്തിയെന്ന് അവരെയൊക്കെ കുപ്പിയിലാക്കിയത് എങ്ങനെയാണ് ഒരു പിടിയില്ല. എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് റൈറ്റിംഗിന്റെ ഒക്കെ ബാലപാഠം. പക്ഷെ അനൂപ് ബ്രില്യന്റ് ആയ ഒരു സ്റ്റുഡന്റ് അല്ലേ? ബ്രില്യന്റ് എന്ന് പറയാം. LLBക്കൊക്കെ റാങ്ക് ഒക്കെ മേടിച്ചത്. LLBക്ക് റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തിനാ ഞാൻ എന്നെക്കാൾ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. I was a guy who could write exams well. നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഒരു ഇതാണ്. തലേ ദിവസം പഠിച്ച essay പിറ്റേ ദിവസം വന്നാൽ യു ആർ നമ്പർ 1. അതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം. തിരക്കഥയിൽ കാണിക്കുന്ന ഒരു ക്രാഫ്റ്റും സ്കില്ലും പരീക്ഷാ പേപ്പറിലും കാണിച്ചു. കറക്റ്റ്, അത് തന്നെയാണ്. ഡോട്ട് ഓൺ. കാരണം അതിനകത്ത് ഒന്ന് ഹാൻഡ് റൈറ്റിംഗ്, പാരഗ്രാഫ് തിരിച്ചുള്ള എഴുത്ത്, അതിന്റെ അടുക്കും ചിട്ടയും, സീനടക്കം ഒരു ഫുൾ സീൻ എഴുതും നമ്മള്. തിരക്കഥയ്ക്കുള്ള പരിശീലനമായിരുന്നു പരീക്ഷ എഴുത്ത്. തീർച്ചയായും അതായിരുന്നു ബാലപാഠം. അനു മിനിസ്ക്രീനിലേക്ക് വരുന്നു. അത് വലിയൊരു ബ്രേക്കായിരുന്നു. പക്ഷെ അനൂപിനെ ആൾക്കാർ കാണുന്നത് മിനിസ്ക്രീനിലൂടെയാണ്. അനൂപിന്റെ ഒരു ടാലന്റ്, കഴിവ്, മുഖത്തിന്റെ ഭാവങ്ങള്, ചേഷ്ടകള്, ജസ്റ്റേഴ്സ്, മാനേഴ്സ്, എന്തിനേറെ അനൂപിന്റെ ഹെയർ സ്റ്റൈല്.
ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിലേക്കാണ് അനൂപ് പോകുന്നത്. അനൂപ് ചിന്തിച്ചു? ഇല്ല, നല്ല പ്രായമായിരുന്നില്ല. എനിക്ക് ഈ പ്രൊഫഷനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്റെ അന്നത്തെ റോൾ മോഡൽ പ്രണോയ് റോയ് ആയിരുന്നു. പ്രണോയ് റോയ് NDTV ഒക്കെ തുടങ്ങി അതിന്റെ ഒരു സ്റ്റൈലിഷ് വേർഷനിൽ നിൽക്കുന്ന കാലം. അപ്പുറത്ത് വീർ സംഘ്വി ഉണ്ട്, കരൺ താപ്പർ ഉണ്ട്. പക്ഷെ എനിക്ക് പ്രണോയ് റോയുടെ ഇഷ്ടം കുറച്ചുകൂടെ പോസിറ്റീവായ മനുഷ്യൻ. മൈൽഡാണ് സുന്ദരൻ. എക്സ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം എക്സ്ട്രാക്ട് ചെയ്യും. ഓൾമോസ്റ്റ് ലൈക്ക് യു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട്. ബട്ട് ഐ വാണ്ടഡ് ടു ബി ദാറ്റ്. പിന്നെ അതിന്റെ വൃത്തങ്ങൾ വലുതായി തുടങ്ങിയത് ഞാൻ അറിയാതെയാണ്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള ഈ ശാഖാ ചംക്രമണം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യം, അതൊക്കെ ഇറ്റ് ഹാപ്പൻഡ്. അതൊരു ലോജിക്കൽ കൊറോളറി പോലെ ഇങ്ങനെ മുന്നോട്ട് വന്ന സജി സുരേന്ദ്രന്റെ ഡിസംബർ മിസ്റ്റ്. അത് വെറുതെ അനൂപിനോട് പറയായിരുന്നു, അതെയോ അനൂപിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ടെലിഫിലിം? ഇല്ല, അത് GA ലാൽ എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ ഇതാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം സ്വപ്നം എന്ന സീരിയലിന്റെ ഇടയിൽ ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു. അദ്ദേഹമാണ്. ഞാനും സജിയും ഒക്കെ ഒരു കമ്പനിയായിരുന്നു ആ സമയത്ത്. അപ്പൊ അതേ കഥ പറയുമ്പോൾ ഞാൻ വേണുനാഗവള്ളി എന്ന കൈരളിയുടെ സാരഥിയാണല്ലോ. വേണുചാണ്ട് ഞാൻ ഒരുപാട് സംസാരിച്ചിരിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ. വേണുചാണ്ടിന്റെ ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സുഖമോദേവിയൊക്കെ നമ്മുടെ കൾട്ട് ഫിലിംസ്. അതെ. അപ്പൊ വേണുചാട്ടൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനമാണ്. വേണുചാട്ടൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ ഡിസംബർ മിസ്റ്റ് നല്ലതുണ്ടായത്. അനൂപിന്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് പറഞ്ഞു, ഈ അനൂപിന് ഈ പ്രണയപരത ഉണ്ടായത് ഈ ഡിസംബർ മിസ്റ്റിന് ശേഷമാണ്. ഒരുപാട് പേര് അനൂപിനെ പ്രണയിച്ച് തുടങ്ങിയത് ഡിസംബർ മിസ്റ്റിന് ശേഷം. ഒരു പൊട്ടൻഷ്യൽ മെറ്റീരിയൽ ആണെന്ന് അവർ തിരിച്ചറിയും. പൊട്ടൻഷ്യൽ ടു പ്രണയം. ഡിസംബർ മിസ്റ്റ് ഓഫ് കോഴ്സ് അതൊരു നമ്മളെ ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്കുള്ള, അതായത് ഫിക്ഷനിലേക്കുള്ള, അതുവരെ നമ്മള് ഇതാണല്ലോ മിനിസ്ക്രീൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അനൂപിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അനൂപിന്റെ കൂടെ ആങ്കർ ചെയ്ത ഒരാളുണ്ട്. അവന് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല. അനൂപിന്റെ കരിയർ തുടങ്ങിയ കാലത്ത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. 2000-ലൊക്കെ കൈരളിയിലെ ശുഭദിനം എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഇപ്പൊ പക്ഷെ അതൊരു വളരെ ഫാസ്റ്റ് എന്നുള്ളൊരു മെമ്മറി പോലെ ആയിരിക്കും അനൂപിന്. എന്നാലും എന്നോടൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. പോസിറ്റീവായിട്ടുള്ള ചോദ്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, അനൂപ് വളരെ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ LLBക്ക് 5 വർഷവും റാങ്ക് വേണമെന്ന് തീരുമാനിച്ചാൽ അത് നേടിയിട്ടേ അടങ്ങൂ. അതുപോലെ എവിടെയെങ്കിലും എത്തണമെന്ന് തീരുമാനിച്ചാൽ അത് എത്തും എന്ന് പറയാനുള്ള അനൂപിന്റെ ഒരു ധാർഷ്ട്യം, അതുപോലെ അതിലേക്ക് എത്താനുള്ള ഒരു ചാതുര്യം അത് അനൂപിനുണ്ട്. ഭയങ്കര ഹാറ്റ്സ് ഓഫ് എന്ന് വെച്ചാൽ ഒരു ഭയങ്കര കഴിവാണ്. പക്ഷെ അതേസമയം തന്നെ ഭയങ്കര മടിയനുമാണ്. ഒരിടത്ത് വെറുതെ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. നന്നായി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. ഇതെങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്ന ഒരു ചോദ്യം. അനൂപിന്റെ സ്വഭാവത്തിന് പ്രത്യേകത തന്നെയാണ്, നല്ല വെൽ ബാലൻസിങ്. അതാണ് പാർവതി ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് അനൂപ് ബാലൻസ് ചെയ്യുന്നത്? പാർവതി നോസ് മീ വെരി വെൽ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ആങ്കറിംഗ് 300ഓളം ഇന്റർവ്യൂസ് ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആളാണ്. സത്യമാണ് ആ പറഞ്ഞത്. ഐ എം എ ബണ്ടിൽ ഓഫ് കോൺട്രഡിക്ഷൻസ് ഇൻ ദാറ്റ് സെൻസ്. എനിക്ക് ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇതുണ്ട്. ചില സമയത്ത് ഐ എം ജസ്റ്റ് എന്തിന് ഇറ്റ്സ് ഓക്കെ എന്നൊരു ഇതുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഐ ഹാവ് ദിസ് ഒരു ഡൈക്കോട്ടമി ഉണ്ട്. ആരോ പറഞ്ഞ ഒരു പുഴ പിന്നെ ഒഴുകുന്നില്ല എന്ന് പറഞ്ഞ പോലെ അനൂപിന്റെ ഒരു ഭാവം വേറൊരു സമയത്ത് ഉണ്ടാകണമെന്നില്ല. ഒരു ചിന്ത ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോ ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഫോക്കസ് എന്ന് പറയുന്ന കാര്യം. ഇപ്പോ നമ്മൾ സിനിമയിൽ എത്തണമെന്ന് തീരുമാനിക്കുന്നു, എഴുതണമെന്ന് തീരുമാനിക്കുന്നു, ഇന്ന ആളെ കൊണ്ട് അഭിനയിപ്പിക്കണം, ഇതൊക്കെ ഡണ്ണാണ് കാര്യങ്ങൾ. വേറൊരു സൈഡിൽ ഈ പറഞ്ഞ 6 പാക്ക് ഒന്നുമല്ല. ഞാൻ ഒരു കാലത്ത് ഞാൻ 6 പാക്ക് ആവില്ല. അതിനുവേണ്ടി 4 മണിക്ക് എണീറ്റ് ജിമ്മിൽ പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ 10 മണി വരെ കിടന്നുറങ്ങുന്നത്. 5 മണിക്ക് എണീക്കാറുണ്ട്. 5 മണിക്ക് എണീറ്റ് 72 hours വർക്ക് ചെയ്ത ടൈമുണ്ട് ഞാൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ലൈക്ക് ടു ട്രാവൽ, ഐ ലൈക്ക് ടു മീറ്റ് പീപ്പിൾ. ഒരുപാട് പേരോട് സംസാരിച്ചിരിക്കാൻ. ഉണ്ണിയേട്ടനൊക്കെ പറയും, ഒരു സിനിമാക്കാരന് ഇതുപോലുള്ള ചില ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ഇപ്പൊ മമ്മൂട്ടിയൊക്കെ പറയാറുണ്ട്, കഷ്ടപ്പെട്ടെന്നാൽ ഒരു മട്ടൻ കറി കഴിച്ചു ഇനി നാളെ കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്യണം, ഗതികേട്. പക്ഷേ അനൂപിന് അങ്ങനത്തെ സംഭവിച്ചു. ഞാൻ എന്റെ മട്ടൻ കറികളെല്ലാം സുഭിക്ഷമായിട്ട് ഇത് കറക്റ്റായിട്ട് അനൂപിൽ നിന്ന് ഒരാൾ കണ്ടെത്തിയിരിക്കണം അനൂപിന്റെ ഈ സ്വഭാവം. ഇതാ നോക്കിക്കോളൂ. ഈ പ്ലിക്കത്തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് 100 തവണ പറയുകയും ഇവിടെ നിന്ന് ഞാൻ മേടിച്ചു വെച്ചിട്ടുള്ള എന്റെ ഡമ്പലും പുഷപ്പ് ബാറും എല്ലാം എടുത്തുകൊണ്ട് പോവുകയും. അപ്പൊ ഞാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രൈവർ പയ്യൻ അവിടെ ഉണ്ടാവണ്ടേ. ഞാൻ പറയടേ എന്ത് വല്ല കാര്യം ഉണ്ടാ മോനെ? ഇത് ചേട്ടാ രാവിലെ വൈകുന്നേരമൊക്കെ എടുക്കും ചേട്ടാ.
എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു എപ്പോഴാ ഇത് അടിച്ചു വരാൻ നേരത്തില്ലേ ഇങ്ങനെ എടുത്ത് പൊക്കി മാറ്റിയിട്ട് അവിടെ തന്നെ വെക്കുമെന്ന്. ഇതൊക്കെയാണ് ഇവന്റെ വർക്കൗട്ടുകൾ. യാതൊരു ശ്രദ്ധയില്ല ശരീരത്തിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും. അതും കൂടി ഇവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ദൈവം പറയും എന്തോന്നിടേ നീയൊക്കെ അഭിനയിക്കും, ഞാൻ എഴുതാം എന്ന് പറയും. അങ്ങനത്തെ ഒരു കാര്യത്തിന് അലസതയുണ്ട്. പക്ഷെ എഴുത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും അലസതയില്ലാത്തൊരു സുഹൃത്താണ്. പിന്നെ എന്ത് കാര്യവും ഏത് അർദ്ധരാത്രിയും വിളിക്കാൻ പറ്റുന്ന എൻ്റെ ഒരു സുഹൃത്ത്. അത് നല്ലൊരു സുഹൃത്ത് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു ഭാഗ്യവാനാണ് ഞാൻ. അനൂപേ, ജയസൂര്യ അനൂപിന്റെ വലിയൊരു അടുത്ത സുഹൃത്താണ്. ഒരുപക്ഷെ അനൂപിന്റെ സിനിമാ പരിപ്രേക്ഷ്യത്തെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നൊരു മുഖം ജയസൂര്യ. തീർച്ചയായും ആത്മബന്ധമാണ്. തീർച്ചയായും അത് തന്നെയാണ്. അത് ഇതിന് രണ്ടിനെയും വ്യത്യസ്തമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അവനുമായിട്ടുള്ള ഒരു പേഴ്സണൽ അടുപ്പം ഒരിക്കലും അതിന്റെ പ്രൊഫഷണൽ രീതികളിൽ ഇടപെടാറില്ല. അവനും ഫാമിലിയായിട്ടും ഞങ്ങൾ ഫാമിലീസ് ആയിട്ട് തന്നെ നല്ല അടുപ്പമുള്ള രണ്ടുപേരാണ്. മാത്രമല്ല അവൻ ആസ് എ ഫ്രണ്ട് എനിക്ക് വേറെയും, അവൻ ആസ് എൻ ആക്ടർ വേറെയാണ്. ആസ് എൻ ആക്ടർ എന്റെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായി വഴങ്ങാൻ വേറൊരു നടൻ ഞാൻ എന്റെ സിനിമകളിൽ ഉണ്ടായിട്ടില്ല. കാരണം ട്രിവാൻഡ്രം ലോഡ്ജിലെ അബ്ദുവും കാലിഫോർണിയയിലെ പിന്നെ എയർപോർട്ട് ജിമ്മിയും ബ്യൂട്ടിഫുൾ സ്റ്റീഫനും 3 സ്പെക്ട്രത്തിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ജനറേഷനിൽ ഇത്രയധികം വെറൈറ്റി റോൾസ് ഇൻ ദ സെയിം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് മൂവി ചെയ്ത ഒരാളുണ്ടാവില്ല ഈ ജനറേഷൻ. ഒരുപക്ഷെ ഇതുപോലുള്ള സുഹൃത്തുക്കളായിരിക്കാം അനൂപിന്റെ ഭാഗ്യം ആണ്. എങ്കിലും ഈ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്കുള്ള പ്രയാണത്തിൽ അനൂപ് ഒരുപക്ഷെ നിമിത്തമെന്ന് കരുതുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആരായിരിക്കും? രഞ്ജേട്ടൻ. എനി ഡേ രഞ്ജേട്ടൻ. അനൂപിന് ആദ്യം കിട്ടിയ അംഗീകാരം തിരക്കഥയിലൂടെയാണ്. മികച്ച രണ്ടാമത്തെ നടൻ. സംസ്ഥാന അവാർഡും അതുപോലെ ഫിലിംഫെയർ അവാർഡും കിട്ടിയ തിരക്കഥയിലൂടെ. രഞ്ജിത്ത് ഒരുപക്ഷെ അനൂപിന്റെ തലയിൽ ഒരു വര വരച്ചപ്പോൾ രഞ്ജിത്ത് വിചാരിച്ചിട്ടുണ്ടാവില്ല ആ വരയിലൂടെ അനൂപ് രഞ്ജിത്ത് വിചാരിച്ചതിനേക്കാളും ദൂരം സഞ്ചരിക്കുന്നു. രഞ്ജിയനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. ചോദിക്കാം, എന്താ സംശയിക്കേണ്ടത്? തിരക്കഥ എന്ന സിനിമയിൽ അനൂപ് ഒരു മുഖ്യ കഥാപാത്രത്തെ അല്ലെങ്കിൽ നായക കഥാപാത്രത്തെ തന്നെയാണ് അവതരിപ്പിച്ചത്. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ച മറ്റൊരു കഥാപാത്രം അനൂപിനോട് പറയുന്നുണ്ട്, സിനിമ ജയിക്കുന്നവന്റെ കളിസ്ഥലമാണ്, നീ ഇവിടെ തോറ്റവനാണ് പലവട്ടം. ഇന്ന് എനിക്ക് തോന്നുന്നു 2013 എത്തുമ്പോൾ അനൂപ് മേനോൻ എന്ന് പറയുന്ന വിജയിയായ ചലച്ചിത്ര പ്രവർത്തകനെയാണ് കാണുന്നത്. ഞാൻ അനൂപിനെ പരിചയപ്പെടുന്ന കാലത്തൊക്കെ അനൂപ് ഒരു ടെലിവിഷൻ പ്രോഗ്രാം ആങ്കർ ചെയ്യുകയാണ്, ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ജിജ്ഞാസുവായ ചലച്ചിത്ര വിദ്യാർത്ഥിയെ എനിക്കെന്നും അനൂപിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ജിജ്ഞാസ നിലനിൽക്കുന്നുണ്ട് അയാളിൽ, അത് നിലനിൽക്കട്ടെ. വലിയൊരു കോംപ്ലിമെന്റാണ് അനൂപെ. പക്ഷെ അനൂപിന്റെ ഈ ട്രാജക്ടറി ഞാൻ ഒന്ന് പരിശോധിച്ചപ്പോൾ ഒരുപക്ഷെ അനൂപ് ഒരു വരം അനൂപിന് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില സംഭവം ഉണ്ടാകും. അതിലൊന്ന് കാട്ടുചെമ്പകം എന്നുള്ള അതിന്റെ ഒരു ആദിവാസി ചോക്ലേറ്റ് നായകനെ കൊണ്ടുവന്നു. അനൂപ് അതിന്റെ പ്രിന്റ്. അനൂപ് ഇപ്പം ഈ രാജ്യത്തിന്റെ ഒരു കൾച്ചറൽ എന്താ പറയാ ഒരു മിനിസ്റ്ററോ അല്ലെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കാനുള്ള ഒരു പവറുള്ള ഒരാളോ ആയിക്കഴിഞ്ഞാൽ അനൂപ് ആദ്യം നശിപ്പിക്കാൻ പോകുന്നൊരു പ്രിന്റ് കാട്ടുചെമ്പകത്തിന്റെ പ്രിന്റ് ആയിരിക്കും. ശരിയാണ്? ഒരിക്കലല്ല. ഞാൻ എന്റെ ഒരു അനൂപ് അത് കാണും അനൂപിന് എന്ന് തോന്നുന്നു. അല്ല, ഓഫ് കോഴ്സ് അതിന്റെ എല്ലാ ജാള്യതയും കൊണ്ട് കൂടി തന്നെയാണ് ഞാൻ 100% ഉണ്ട്.